LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വെള്ളിയാഴ്ചയാകും എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഷിനോജ് എസ് ടി ഉണ്ട്. ഷിനോജ്, സ്ഥാനാർത്ഥി ആരെന്നറിയാൻ വെള്ളിയാഴ്ച വരെ കാത്തു നിൽക്കൂ. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ നീക്കങ്ങളാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് അൻവർ കോൺഗ്രസിൽ ഒരു വലിയ വിഷയമായി മാറുമ്പോൾ അത് ഗ്രൗണ്ടിൽ നിന്ന് കളി നോക്കി നിൽക്കുകയാണോ? അതിനപ്പുറത്തേക്ക് ആ കളി ഏതെങ്കിലും തരത്തിൽ ഏറ്റുപിടിക്കുന്നുണ്ടോ LDF ക്യാമ്പ്? അക്ഷയ, നിലമ്പൂരിലെ ചുവരുകളും മതിലുകളും ഒക്കെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പോസ്റ്ററുകളും അതുപോലെ തന്നെ ചുവരെഴുത്തുകളും ഒക്കെ കൊണ്ട് തന്നെ നിറഞ്ഞു കഴിഞ്ഞു. ഇനി കാത്തിരിപ്പാണ്. നിലമ്പൂരുകാരും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥിയായി ആര് വരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കാത്തിരിപ്പെന്ന് പറയുന്നത്. എന്തായാലും 30-ാം തീയതി വരുന്ന 30-ാം തീയതി, അതായത് വെള്ളിയാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയാകും തങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്നതിനെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPM എത്തുക. എന്തായാലും പല പേരുകളുമൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ CPM-ന്റെ നേതൃയോഗം നടന്നിട്ടുണ്ടായിരുന്നു. ആ നേതൃയോഗത്തിൽ പല പേരുകളും ഉയർന്നു വന്നു. പ്രത്യേകിച്ച് മണ്ഡലം തലത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ ഇത് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് എന്നൊരു കാര്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിനൊരു ഗ്ലാമർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പേര് CPM ചിഹ്നത്തിലാണെങ്കിൽ M സ്വരാജ് തന്നെ മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രാദേശികമായ നേതാക്കളുടെ ഒക്കെ തന്നെ വികാരമെന്ന് പറയുന്നത്. M സ്വരാജ് മത്സരിച്ചാൽ യുവാക്കളുടെ ഒക്കെ തന്നെ പിന്തുണ കിട്ടും. മറ്റൊരു പേരെന്ന് പറയുന്നത് ഷെറോണ റോയ് ആണ്. വഴിക്കടവ് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിലെ വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ഷെറോണ റോയ് എന്ന് പറയുന്നത്. യുവത്വവും വനിതാ പ്രാതിനിധ്യം ഒക്കെ തന്നെ ഷെറോണ റോയ്ക്കും അനുകൂലമാണ്. മറ്റ് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൻ്റെ നിലമ്പൂരിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പരിഗണിക്കുന്നതെങ്കിൽ U ഷറഫ് അലി, പ്രത്യേകിച്ച് കായിക മേഖലയ്ക്ക് ഫുട്ബോളിനൊക്കെ തന്നെ വലിയ ആരാധകരുള്ള പ്രദേശമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഷറഫ് അലി സ്ഥാനാർത്ഥി എത്തിയാലും നമ്മൾ അതിശയിക്കേണ്ടി വരില്ല. അങ്ങനെ പല പേരുകൾ കഴിഞ്ഞ നാളുകളൊക്കെ തന്നെ പറഞ്ഞപ്പെട്ട പല പേരുകളുമൊക്കെ തന്നെ CPM പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി ഈ പേരുകളിൽ നിന്നൊക്കെ അപ്പുറത്ത് തൃക്കാക്കരയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി എത്തിയാലും അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. അങ്ങനെ പല പേരുകളൊക്കെ തന്നെ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും 30-ാം തീയതി വരെ കാത്തിരിക്കാനാണ് MV കോന്തിന് പറയുന്നത്. എന്തായാലും തൽക്കാലം നമുക്കും അതേ പറയാനുള്ളൂ. 30-ാം തീയതി വരെ കാത്തിരിക്കണം CPM-ന്റെ സ്ഥാനാർത്ഥി ആരെന്നറിയാൻ.